പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും വിഷുവിൻ്റെയും നവോത്സവത്തിൻ്റെയും ആശംസകൾ നേരുന്നു. മലയാളികളുടെ പുതുവർഷ പിറവിയാണ് വിഷു. വിഷുവിനെ സംബന്ധിച്ചിടത്തോളം അത് സംക്രമം കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ പുലരിയാണ്. കണിക്കൊന്നകൾ പൂക്കുന്നു, കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നു, കമ്പിത്തിരി കത്തിക്കുന്നു. അങ്ങനെ ഉത്സാഹത്തിമുറപ്പിൻ്റെ ഒരു അന്തരീക്ഷമാണ്. തവണ കൊടും ചൂടാണ്. വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കൊരു മഴ പെയ്യേണ്ടതാണ്. തവണ മഴയും അടിച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അതിനും പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ വിഷു പുലരിയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം തീർച്ചയായിട്ടും പറവൂർ നിയോജകമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശൻ ജയിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് സംശയമില്ല. പക്ഷേ പറവൂരെ നല്ലവരായ സമ്മതിദായകരുടെ ഇടയിൽ രണ്ടഭിപ്രായമുണ്ട്. പറവൂരെ ഒരു വിഭാഗം വോട്ടർമാർ വിചാരിക്കുന്നു, അഥവാ പറയുന്നു, ഇത്തവണ സതീശൻ തോൽക്കും എന്ന്. ഇപ്പോൾ തുടങ്ങിയത് പറയില്ലല്ലോ കേട്ടോ, കുറേ നാളായിട്ടുണ്ട്. ഒരു 6-7 മാസമെങ്കിലുമായിട്ട്, അല്ലെങ്കിൽ ഒരു കൊല്ലമെങ്കിലുമായിട്ട് പറവൂരെ വോട്ടർമാർ തമ്മിൽ പറയുന്നത്. അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇത്തവണ സതീശൻ തോൽക്കും എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ എന്നോട് തന്നെ പല ആളുകളും പറഞ്ഞു, 6-7 മാസം മുമ്പ് വൈപ്പിൻകരയിൽ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറവൂർ ടൗണിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് അതുവരെ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തവണ സതീശൻ തോക്കിട്ടു എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് പലപ്പോഴും ഇത് ആവർത്തിച്ചു. എപ്പോഴൊക്കെ നമ്മൾ പറവൂർ ചെല്ലുമ്പോൾ അപ്പോഴൊക്കെ ആളുകൾ ഇത് ഇങ്ങോട്ട് പറയും. അങ്ങോട്ട് ചോദിക്കണ്ട. ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാമെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ, ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവർ അടുത്ത് വന്നിട്ട് നമ്മൾ ഇത്തവണ സതീശൻ തോക്കും. അല്ലെങ്കിൽ ഒരു പെട്ടിക്കടയിൽ കയറി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടിക്കടക്കാരനും പറയും, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകളും പറയും സതീശൻ തോൽക്കും. ഇടയ്ക്കൊരു ദിവസം പറവൂർ കോടതിയിൽ കേസിന് പോയപ്പോൾ ബാർ അസോസിയേഷനിലേക്കുള്ള വക്കീലന്മാർ പറഞ്ഞു, ഈ സതീശൻ പറവൂരിന് വേണ്ടി എന്ത് തേങ്ങയാണ് ചെയ്തത്? പ്രതിപക്ഷ നേതാവല്ലേ? ഇവിടുത്തെ ഈ ബാർ അസോസിയേഷൻ കിടക്കുന്നുണ്ടല്ലേ, പറവൂർ കോടതിയുടെ ശോചനീയാവസ്ഥ കണ്ടില്ലേ? എന്ത് തേങ്ങയാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത്? അയാളെയാണോ ഇനി ജയിപ്പിക്കുന്നത്? അയാളെയാണോ കേരള മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം SDPIയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. SDPI സ്ഥാനാർത്ഥി പറയുന്നത് സതീശൻ തോൽക്കുമെന്നാണ്. അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞില്ല, ഭാഗ്യം. SDPIയുടെ സ്ഥാനാർത്ഥിക്കാണോ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് പുള്ളി അവകാശപ്പെട്ടില്ല. പക്ഷേ പുള്ളിയുടെ പരിമിതമായ അവകാശവാദം സതീശൻ തോൽക്കും എന്ന് മാത്രമാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ, പറവൂർ താലൂക്ക് ആശുപത്രിയുടെ ദയനീയാവസ്ഥ, പറവൂർ കോടതിയുടെ നവീകരണം നടക്കാത്ത, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ഇയാൾ വാചാലമായിട്ട് പറയുന്നുണ്ട്. പറവൂർ അംബേദ്കർ പാർക്കിൻ്റെ ദുസ്ഥിതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പിന്നെ സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം മണ്ഡലത്തെ പഴയ പോലെ പരിപാലിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതിയുണ്ട്. പറവൂര് നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാർ, എനിക്ക് തോന്നുന്നു ഈ ഖാദറിട്ട് നടക്കുന്ന എല്ലാവരും തന്നെ പുള്ളിക്കെതിരാണ്. അവരിത്തവണ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ പിന്തുണ കിട്ടിയാലാണ് പുള്ളിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഇടയ്ക്ക് DCCയുടെ ഒരു ഭാരവാഹി അദ്ദേഹത്തിന് പറവൂർ സീറ്റ് കൊടുക്കണം എന്നൊരു കത്തെഴുതിയിട്ട് KPCCക്ക് അയച്ചു. അതും വാർത്തയായിട്ട് വന്നു. അപ്പം ഇങ്ങനെ പല തമാശകളും അവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും സതീശൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി ശക്തനാണ്. 2 തവണ കയ്പമംഗലത്ത് നിന്ന് ജയിച്ച ടൈസൺ മാഷാണ്. ടൈസൺ മാഷിനെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പരമയോഗ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. ലത്തീൻ കത്തോലിക്കർക്ക് അവിടെ സാമാന്യം നല്ല വോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈഴവർ കഴിഞ്ഞാൽ പിന്നെ ലത്തീൻകാരാണ് ഏറ്റവും വലിയ സമുദായ വിഭാഗമെന്നാണ്. ആ വോട്ടുകളിൽ ഗണ്യമായൊരു ഭാഗം കിട്ടേണ്ടത് സതീശനാണ്. അതിനകത്ത് എന്തുമാത്രം ചോർച്ചയുണ്ടാവും എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ടൈസൺ മാഷ വില കുറച്ച് കാണില്ല. പറവൂരിൽ വി ഡി സതീശൻ തന്നെ വീണ്ടും ജയിക്കും എന്നാണ്. അപ്പോൾ പിന്നെ ഈ ആളുകൾ ഇങ്ങനെ പറയുന്നു, അതാണ് ഈ മാർക്സിസ്റ്റുകാരുടെ ഒരു ട്രിക്ക്. ഒരു കൊല്ലം മുമ്പ് തന്നെ സതീശൻ തോൽക്കാൻ പോകുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ചു. കുറേ കാലമായിട്ട് ആളുകൾ ഇത് ആവർത്തിച്ച് പറയും, സതീശൻ ഇത്തവണ സതീശൻ തോക്കും. അത് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആളുകൾ സതീശൻ തോൽക്കുമെന്ന് നമ്മൾ പണ്ട് പറഞ്ഞാളൂ എന്ന് കരുതിയിട്ട് സതീശന് വോട്ട് ചെയ്യാൻ ഇരിക്കുന്നവർ എതിർ സ്ഥാനാർത്ഥി കൂട്ടിയാൽ സാധ്യതയുണ്ട് എന്നാണ് സഖാക്കളുടെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ എന്തുമാത്രം ചിലവാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു സംസാരം പറവൂർ വളരെ കാര്യമായിട്ടുമുണ്ട്. പക്ഷേ സതീശൻ തന്നെയാണ് ജയിക്കാൻ സാധ്യത. എന്താ വെച്ചാൽ സതീശന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളും സതീശൻ ജയിക്കും, എൻ്റെ വോട്ട് സതീശനാണെന്ന് പറയാറില്ല.
അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവർ കാലത്ത് എഴുന്നേറ്റ് ആ പല്ല് തേച്ച് കുളിച്ച് ഐശ്വര്യമായിട്ട് വേഷം മാറി നേരെ പോളിംഗ് ബൂത്തിൽ പോയിട്ട് കൈപ്പത്തി നോക്കിയിട്ട് വോട്ട് ചെയ്യും. അവരാരും തന്നെ ഞാൻ സതീശനാണ് വോട്ട് ചെയ്തത്, എൻ്റെ വോട്ട് സതീശനെ കൊടുത്തിട്ടുള്ളൂ, സതീശൻ ജയിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് പറയില്ല. പറയേണ്ട ആവശ്യമില്ല. അത് ആളുകൾക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് പറവൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ടൈസൺ മാഷും മോശക്കാരനൊന്നുമല്ല, സതീശനും ബില്ലാളി വീരനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു അംഗം ആണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. എത്ര വോട്ട് ഓരോരുത്തർക്ക് കിട്ടി എന്ന കാര്യം നമുക്ക് വോട്ട് പെട്ടി തുറന്നതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ലാൽ സലാം.